ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മിനിറ്റ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മൾ പാരലോഗ്രാം ലോ ആയിരുന്നു പറഞ്ഞു തുടങ്ങിയത്. ഞാൻ ഫോൺ ഓഫായി പോയത്. പാരലോഗ്രാം ലോ നിങ്ങൾ പ്ലസ് ടുവിനൊക്കെ പഠിച്ചിട്ടുള്ളതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് നമുക്കൊന്നുകൂടെ നോക്കാം. ഈ ലോ ഉണ്ടല്ലോ, പാരലോഗ്രാം ലോയ്ക്ക് ഇതൊരു യൂണിവേഴ്സൽ ഡെഫിനേഷനാണ്. ഈ ഡെഫിനേഷൻ നിങ്ങൾ ഇതുപോലെ തന്നെ എഴുതിയാൽ, ഈ ഡെഫിനേഷൻ ഇങ്ങനെ തന്നെ എഴുതിയാൽ യൂണിവേഴ്സിറ്റിക്ക് മാർക്ക് കിട്ടുന്നത്, തെറ്റിക്കരുത്. ഓക്കെ, നോക്കാം. അപ്പോൾ വായിച്ചു നോക്കാം. If two forces acting simultaneously at a point are represented in magnitude and direction by the two adjacent sides of a parallelogram, then their resultant is represented in magnitude and direction by the diagonal of the parallelogram, which passes through the point of intersection of two sides representing the forces. Okay, now look. If two forces acting simultaneously at a point are represented in magnitude and direction by the two adjacent sides of a parallelogram, then their resultant is represented in magnitude and direction by the diagonal of a parallelogram, which passes through the point of intersection of two sides representing the forces. Okay. നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു വെക്ടർ ക്വാണ്ടിറ്റി എന്താണ്? ഒരു മാഗ്നിറ്റ്യൂഡും പിന്നെ ഡയറക്ഷനുമുള്ള ക്വാണ്ടിറ്റിയാണ് വെക്ടർ ക്വാണ്ടിറ്റി. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെ ആരോ ഇട്ടിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഫോഴ്സ് നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? എഫ് ഇട്ടിട്ട് ഇങ്ങനെ ആരോ വരയ്ക്കും, ഉണ്ടാവും. ഇങ്ങനെയാണ് വെക്ടർ ക്വാണ്ടിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഇനി മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ എന്ന് വെച്ചാൽ, മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഫോഴ്സ് എങ്ങനെയാണ് പറയുന്നത്? 5 kN ഫോഴ്സ് ആക്ട് ചെയ്തു, അല്ലെങ്കിൽ 10 kN ഫോഴ്സ് ആക്ട് ചെയ്തു എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. ഇതിൽ ഈ 5, 10 ഇതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അപ്പോൾ പറയുന്നത് എലോങ് ദ ബോഡി, അല്ലെങ്കിൽ എലോങ് ദ സർഫസ് ഓഫ് ദ ബോഡി, എലോങ് ദ ലൈൻ ഓഫ് ആക്ഷൻ എന്നിങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഫോഴ്സ് ആക്ട് എന്ന് പറയുന്നത്. അതിനെയാണ് ഡയറക്ഷൻ പറയുന്നത്, ഏത് ഡയറക്ഷനാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വാണ്ടിറ്റീസാണ് മാഗ്നിറ്റ്യൂഡ്, പിന്നെ ഏത് ഡയറക്ഷനാണോ ആ ഡയറക്ഷൻ. അങ്ങനെയാണ് ഫോഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു പാരലോഗ്രാം വരയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. പാരലോഗ്രാമിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. 4 സൈഡുണ്ട്. ഈ 2 സൈഡും പാരൽ, ഈ 2 സൈഡും പാരൽ. ഈ 2 സൈഡിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും, ഈ 2 സൈഡിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും. ഇങ്ങനെയാണ് പാരലോഗ്രാം വരയ്ക്കുന്നത്, അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ, ഈ ലോ നോക്കുക. ഇഫ് ടു ഫോഴ്സസ് ആക്ട് സൈമിൾട്ടേനിയസ്ലി അറ്റ് എ പോയിന്റ്, നമ്മളൊരു പോയിന്റ് എടുക്കുക, ആ പോയിന്റിനെ നമ്മൾ O വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്ന വെച്ചാൽ, ഇഫ് ടു ഫോഴ്സസ്, 2 ഫോഴ്സ് ആക്ടിങ് സൈമിൾട്ടേനിയസ്ലി അറ്റ് എ പോയിന്റ് ഓഫ് ദിസ് അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം. ഇപ്പോൾ 2 അഡ്ജസൻറ്റ് സൈഡ് ഓഫ് പാരലോഗ്രാമിലായിരിക്കും ഈ 2 ഫോഴ്സും ആക്ട് ചെയ്യുന്നത്. 2 അഡ്ജസൻറ്റ് സൈഡ് എടുക്കുക, അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. നമുക്ക് ആദ്യത്തെ ഫോഴ്സിനെ P എന്നും രണ്ടാമത്തെ ഫോഴ്സിനെ Q എന്നും വിളിക്കാം. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്ന അറിയാലോ, ഇങ്ങനെ ആരോ ഇട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ ഫോഴ്സ് P, രണ്ടാമത്തെ ഫോഴ്സ് Q. ഈ ഫോഴ്സ് P റെപ്രസെൻറ്റ് ചെയ്യുന്നത് OA എന്ന് പറഞ്ഞ വെക്ടറും ഫോഴ്സ് Q റെപ്രസെൻറ്റ് ചെയ്യുന്നത് OB എന്ന് പറഞ്ഞ വെക്ടറുമായിട്ട് അസ്യൂം ചെയ്യും. P റെപ്രസെൻറ്റ് ചെയ്യുന്ന OA എന്ന് പറഞ്ഞ വെക്ടർ, Q റെപ്രസെൻറ്റ് ചെയ്യുന്ന OB എന്ന് പറഞ്ഞ വെക്ടർ. ഈ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുക. ഈ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ ഈ പോയിന്റിനെ C എന്ന് വിളിക്കാം. ഇനി അപ്പോൾ ഇതിൻ്റെ ലോ പറയുന്നത് എങ്ങനെയാണ്? ഈ 2 ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഡയഗണൽ ആയിരിക്കും. ഏത് ഡയഗണൽ? ഇപ്പോൾ പാരലോഗ്രാമിൽ 2 ഡയഗണൽ വരയ്ക്കാമല്ലോ. ഇത് റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ. ആ ഡയഗണലിൽ പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ഈ 2 ഫോഴ്സിൻ്റെ, അതായത് ഇതാണ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ കൂടെ പാസ് ചെയ്യുന്ന ഡയഗണലായിരിക്കും ഈ Pയുടെയും Qയുടെയും റിസൾട്ടൻ്റ് R. ഈ ഫോഴ്സ് നമ്മൾ വെക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അതിനെ R വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. OC ആണ് ഇപ്പോൾ റിസൾട്ടൻ്റ് R. അത് പാസ് ചെയ്യുന്നത് ഈ 2 പോയിൻറ്റിൻ്റെയും ഈ 2 ഫോഴ്സിൻ്റെയും പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ കൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. ഇതാണ് ലോ. ഓക്കെ, ഇതാണ് ലോ പറയുന്നത്. ഇനി ഈ ലോയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മളൊരു ഇക്വേഷൻ വെച്ചാണ് ഈ ലോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് മെത്തേഡാണ് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി എഴുതണം. Let the two forces P and Q act at a point
The forces are represented by the vector OA and vector OB. Then the resultant R passes through the point O and is represented by OC. Then from the point C, ഈ പോയിന്റ് സിയിൽ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക താഴേക്ക്. ഈ ഒ എ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ മുട്ടുന്ന പോയിന്റിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതിനെ നമ്മൾ ഡി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. പെർപെൻഡിക്കുലറാണ്. ഓക്കെ. ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ സൈഡിന് ഈക്വൽ ആയിരിക്കുമല്ലോ, അപ്പോൾ ഇത് ക്യൂ ആയിരിക്കും. ഓക്കെ, ഇത്രയായി. ഇനി നമ്മൾ ഈ ക്യൂ ഇൻക്ലൈൻഡ് ഫോഴ്സാണ് ഈ ക്യൂ. ഓക്കെ, ഇനി വേറെ ഉണ്ട്. ഈ പിയും ക്യൂവും തമ്മിലുള്ള ആംഗിൾ, ഈ രണ്ട് ഫോഴ്സ് തമ്മിലുള്ള ആംഗിൾ നമ്മൾ ആൽഫ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ആൽഫ, പിയും ക്യൂവും തമ്മിൽ. പിന്നെ ഈ ഡയഗണലും ഫോഴ്സ് പിയും തമ്മിലുള്ള ആംഗിൾ തീറ്റയും ഡയഗണലും ഫോഴ്സ് ക്യൂവും തമ്മിലുള്ള ആംഗിൾ ഫൈയും വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. രണ്ട് ഫോഴ്സ് തമ്മിലുള്ള ആംഗിൾ ആൽഫ, ഫോഴ്സ് പിയും റിസൾട്ടൻറ്റും തമ്മിലുള്ള ആംഗിൾ തീറ്റ, ഫോഴ്സ് ക്യൂവും റിസൾട്ടൻറ്റും തമ്മിലുള്ള ആംഗിൾ ഫൈ. 3 ആംഗിളുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ക്യൂ ആണ്. ക്യൂ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഫോഴ്സാണ്. ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഫോഴ്സ് ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം, റിസോൾവ് ചെയ്യണം. ഈ ഫോഴ്സിനെ റിസോൾവ് ചെയ്ത് എക്സ് ആക്സിലും വൈ ആക്സിലുമാണ്, അതായത് ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, ഇങ്ങനാക്കി സ്പ്ലിറ്റ് ചെയ്യുക രണ്ട് ഫോഴ്സ്. ക്യൂവിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇനി നമ്മൾ ഹൊറിസോണ്ടലുമായിട്ട് ക്യൂ ഇവിടെ മേക്ക് ചെയ്യുന്ന ഫൈ ആണ്, അല്ല ആൽഫയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ പ്ലസ് ടുവിനൊക്കെ റിസോൾവ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഫോഴ്സ് റിസോൾവ് ചെയ്യുമ്പോൾ ഈ ആംഗിളുമായിട്ട് കിടക്കുന്ന അഡ്ജസൻറ്റ് സൈഡ് എപ്പോഴും കോസിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും. അഡ്ജസൻറ്റ് സൈഡ് എപ്പോഴും കോസിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും. ഈ അഡ്ജസൻറ്റ് അല്ലാതെ കിടക്കുന്നത്, വെർട്ടിക്കലായിട്ട് കിടക്കുന്നത് എപ്പോഴും സൈനിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും. സൈൻ നമ്മൾ ശ്രദ്ധിച്ചോളാം. റിസോൾവ് ചെയ്യുമ്പോൾ ഈ ഫോഴ്സിന് ഹൊറിസോണ്ടലായിട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ ഈ ആംഗിളിന് അഡ്ജസൻ്റായിട്ട് കിടക്കുന്ന സൈഡ് എപ്പോഴും കോസിൻ്റെ ഫംഗ്ഷനും, ഈ ആംഗിളിൽ അല്ലെങ്കിൽ ഈ ഫോഴ്സിന് വെർട്ടിക്കലായിട്ട് കിടക്കുന്നത് സൈനിൻ്റെ ഫംഗ്ഷനുമായിരിക്കും. ഇവിടെ കോസ് ആൽഫ സൈൻ ആൽഫ വരും. ഏത് ഫോഴ്സാണോ അത് ആദ്യം വരും. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ കിടക്കുന്നത് ക്യൂ കോസ് ആൽഫ, വെർട്ടിക്കൽ കിടക്കുന്നത് ക്യൂ സൈൻ ആൽഫ. ഇങ്ങനെയാണ് നമ്മൾ ഈ ഫോഴ്സസിനെ റിസോൾവ് ചെയ്യുന്നത്. അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നോക്ക്, ഈ ക്യൂവിനെ നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? ക്യൂ കോസ് ആൽഫ വരും. പിന്നെ ഇവിടെയാണ് ക്യൂ സൈൻ ആൽഫ വരുന്നത്. ആ സെയിം തന്നെ ആയിരിക്കും ഈ സി ഡി എന്ന് പറയുന്നത്. അപ്പോൾ സി ഡി എന്ന് പറയുന്നത് ക്യൂ സൈൻ ആൽഫ. ഡൗട്ടില്ലല്ലോ? ഈ ക്യൂവിനെ റിസോൾവ് ചെയ്ത് എഴുതിയൊക്കെയാണ് ക്യൂ കോസ് ആൽഫയും ക്യൂ സൈൻ ആൽഫയും റിസോൾവ് ചെയ്തിരിക്കുകയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ലെറ്റ് കൺസിഡർ ട്രയാങ്കിൾ ഒ സി ഡി. ഒ സി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഒ സി ഡി. ദെൻ പൈതഗോറസ് തിയറം വെച്ചിട്ട് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് സ്ക്വയർ പ്ലസ് ഓപ്പോസിറ്റ് സൈഡ് സ്ക്വയർ. അതായത് ഒ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. ഒ ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഒ എ പ്ലസ് എ ഡി ആണ്. ഒ എ പ്ലസ് എ ഡി ആണ് ഒ ഡി പ്ലസ് സി ഡി സ്ക്വയർ. ഇനിയും ഓക്കെ, ഒ എ പ്ലസ് ഒ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. ഇനി ഇതിനെ ഫോഴ്സസിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുക. ഒ എ എന്ന് പറയുന്ന ഫോഴ്സ് ഏതാണ്? പി. ഒ സി എന്ന് പറയുന്ന ഫോഴ്സോ ആർ. അപ്പം ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ എ എന്ന് പറയുന്നത് പി പ്ലസ് എ ഡി. എ ഡി ഏതാ? ക്യൂ കോസ് ആൽഫ സ്ക്വയർ പ്ലസ് സി ഡി ഏതാ? ക്യൂ സൈൻ ആൽഫ സ്ക്വയർ. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇതിനെ എ പ്ലസ് പി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് 2pq cos alpha plus q square sin square alpha. Okay, so എന്തൊക്കെ വരും? p square plus 2pq cos alpha plus
ക്യൂ സ്ക്വയർ കോമൺ എടുത്താൽ സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ എന്ന് വരും. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ എന്താ 1 ആണ്. ട്രിഗ്നോമെട്രി പഠിച്ചിട്ടുള്ളതാണല്ലോ. അപ്പം പി സ്ക്വയർ പ്ലസ് 2 പി ക്യൂ കോസ് ആൽഫ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് വരും. മനസ്സിലായല്ലോ. ആർ സ്ക്വയർ ഇസ് ഇക്വൽ ടു പി സ്ക്വയർ പ്ലസ് 2 പി ക്യൂ കോസ് ആൽഫ പ്ലസ് ക്യൂ സ്ക്വയർ. സംശയമില്ലല്ലോ. therefore resulted R is equal to p square plus q square plus 2pq cos alpha and square root. R square എന്ന് പറഞ്ഞാണ് p square plus 2pq cos alpha plus q square. R എന്ന് പറഞ്ഞത് square root of p square plus q square plus 2pq cos alpha. ഇതാണ് പാരലലോഗ്രാം തിയറിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്നത് എക്സ്പ്ലെയിൻ ദ പാരലലോഗ്രാം ലോ എന്ന് ചോദിക്കത്തുള്ളൂ. അപ്പം നമ്മൾ പാരലലോഗ്രാം ലോ എഴുതണം. ഈ ഫിഗർ ഇതുപോലെ വരയ്ക്കണം. ഇത്രയും എന്താണ് എഴുതുകയും വേണം ഇക്വേഷൻ. നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അത് നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് എഴുതിയാൽ മതിയെ. ഇതാണ് പാരലലോഗ്രാം ലോ. ഡൗട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള ഏതാണ്? പാരലലോഗ്രാം ലോ എഴുതും. ഇനി നെക്സ്റ്റ് ലോ ഓഫ് ഇക്വിലിബ്രിയം ആണ്. പാരലലോഗ്രാം ലോ എഴുതും. അടുത്തത് ലോ ഓഫ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താണ്? അതായത് എല്ലാം കൊണ്ടും ഈക്വൽ ആയിട്ടുള്ളതിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോഴ്സ് ആണെങ്കിലും മൊമെൻ്റ് ആണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും അത് ഈക്വൽ ആണെങ്കിലാണ് നമ്മൾ ഇക്വിലിബ്രിയം പറയുന്നത്. ഓക്കെ, ലോ ഓഫ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലോ ഓഫ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എ ബോഡി ഈസ് സെറ്റ് ടു ബി ഇൻ ഇക്വിലിബ്രിയം. ഇനി ബോഡി ഇക്വിലിബ്രിയം ആണെങ്കിൽ when the all forces exerted on the body are in balance. അതായത് എല്ലാ ഫോഴ്സും ഈ ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സും ബാലൻസ് ആയിരിക്കണം. ഈ സിറ്റുവേഷനിൽ, അതായത് എല്ലാ ഫോഴ്സും ബാലൻസ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ ആക്സിലറേഷൻ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ദർ ഈസ് നോ ആക്സിലറേഷൻ. നോ ആക്സിലറേഷൻ മീൻസ് ദർ ഈസ് നോ മോഷൻ. അതായത് മോഷൻ ഒന്നുമില്ല. അതായത് ബോഡി റെസ്റ്റിലായിരിക്കും. വെലോസിറ്റി 0 ആയിരിക്കും. ബോഡി ഇക്വിലിബ്രിയം ആണെങ്കിൽ എല്ലാ ഫോഴ്സും ആ ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സും ബാലൻസിലായിരിക്കുകയും വേണം. അത് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ ബോഡിക്ക് ആക്സിലറേഷൻ ഒന്നുമില്ല. ആക്സിലറേഷൻ ഇല്ല മീൻസ് ആ ബോഡി മോഷനിലല്ല, ആ ബോഡി റെസ്റ്റിലാണ്. അവിടെ വെലോസിറ്റിയും വരില്ല. ഓക്കെ, അതിനാണ് നമ്മൾ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ബോഡി റെസ്റ്റിലുള്ള ഫോഴ്സ് ആണല്ലോ സ്റ്റാറ്റിക് ഫോഴ്സ്. അങ്ങനെയുള്ള ഇക്വിലിബ്രിയമാണ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. ഓക്കെ, ഇനിയും ഇതിനൊരു കണ്ടീഷനുണ്ട്, അല്ലെങ്കിൽ കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ലോ ഓഫ് ഇക്വിലിബ്രിയം ഉണ്ട്. ഇക്വിലിബ്രിയം എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ ബോഡി ഈസ് സെറ്റ് ടു ബി ഇൻ ഇക്വിലിബ്രിയം വെൻ ഓൾ ദ ഫോഴ്സസ് എക്സേർട്ടഡ് ഓൺ ദ ബോഡി ആർ ഇൻ ബാലൻസ്. ആ ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സും ബാലൻസ് ആയിരിക്കണം. അവിടെ ആക്സിലറേഷൻ ഇല്ല, വെലോസിറ്റി ഇല്ല, ബോഡി റെസ്റ്റിലായിരിക്കും. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണ് ബോഡി. ഓക്കെ, ഇനി ഇതിന് ഒരു കണ്ടീഷനുണ്ട്, 2 കണ്ടീഷനുണ്ട്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബോഡി ഇക്വിലിബ്രിയം ആണെങ്കിൽ 2 കണ്ടീഷനുണ്ട്. ഏതൊക്കെയാണെന്നാണ് നോക്കണം. ഫസ്റ്റ് വൺ, ദി സം ഓഫ് all forces acting on the body is 0. The sum of all forces acting on the body is 0. നമ്മൾ ഇതാണ് ഫോഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്ന. ഈ സം ഓഫ് ഫോഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്ന അറിയാമല്ലോ, ഈ എപ്സിലോൺ വെച്ചാണ് സം റെപ്രസെൻ്റ് ചെയ്യുന്നത്. എപ്സിലോൺ വെച്ചാണ് സം റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ പറയുന്നത് the sum of the all forces acting on the body is
0. അതായത് എപ്സിലോൺ എഫ് ഇസിക്കൽ ടു 0. ഇനി നമ്മൾ 2 ഡയമെൻഷണലിൻ്റെ കേസാണ് പറയുന്നത്. നമ്മൾ 2 ഡയമെൻഷണലാണ് എപ്പോഴും എടുക്കുന്നത്. 2 ഡയമെൻഷണലിൻ്റെ കേസാകുമ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസുമാണ്. ഓക്കെ, അപ്പോൾ പറയുന്നത് ഈ സിഗ്മ എഫ് എക്സ് ആക്സിസിൽ ആക്ട് ചെയ്യുന്നത് എഫ് എക്സും വൈ ആക്സിസിൽ ആക്ട് ചെയ്യുന്നത് എഫ് വൈയുമാണ്. അപ്പം ഈക്വിലിബ്രിയത്തിൻ്റെ ലോ വെച്ച് സിഗ്മ എഫ് എക്സ് ഇസിക്കൽ ടു 0 ആൻഡ് സിഗ്മ എഫ് വൈ ഇസിക്കൽ ടു 0. എക്സ് ആക്സിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സും വൈ ആക്സിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സും 0 ആയിരിക്കും. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ബോഡി ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇനി ഒരു കണ്ടീഷനുമുണ്ട്. ദ സം ഓഫ് മൊമെന്റ്സ് ഓഫ് all forces acting on the body about any point is 0. അതായത് സം ഓഫ് മൊമെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എം വെച്ചിട്ടാണ്, സം എപ്സിലോൺ. അത് സം ഓഫ് മൊമെൻറ്റ് ഓഫ് ഓൾ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി അബൌട്ട് എനി പോയിന്റ് ഈസ് 0. ഇതാണ് സെക്കൻഡ് കണ്ടീഷൻ. മൊമെൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക, മൊമെൻറ്റ് എടുക്കുന്നത് ഒരു പോയിന്റിൽ വെച്ചായിരിക്കും മൊമെൻറ്റ് എടുക്കുന്നത്. ഓക്കെ, അതെന്താണെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് അറിഞ്ഞിരിക്കുക, സം ഓഫ് മൊമെൻറ്റ് ഓഫ് ഓൾ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി ഈസ് 0. ഇത് രണ്ടുമാണ് ഇക്വിലിബ്രിയത്തിൻ്റെ രണ്ട് കണ്ടീഷൻ. ലോ ഓഫ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നതിൻ്റെ രണ്ട് കണ്ടീഷൻ ഇതാണ്. സം ഓഫ് ഓൾ ഫോഴ്സസ് ഈസ് 0 ആൻഡ് സം ഓഫ് ഓൾ മൊമെൻറ്റ് ഈസ് 0. ഓക്കെ, മനസ്സിലായല്ലോ? രണ്ടെണ്ണം കഴിഞ്ഞു. ഇനി അടുത്തുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനാണ്. നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അല്ലേ? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനും ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഈ പ്രിൻസിപ്പിൾ ഓഫ് പാരലഗ്രാം പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് പറയുന്നത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് എ നമ്പർ ഓഫ് ഫോഴ്സസ് simultaneously acting on a body, then each one of the force will produce the same effect when this force acts alone in the body. പറയാം, ശ്രദ്ധിക്കണം. If a number of forces simultaneously act on a body, then each one of the force will produce the same effect when this force act alone in the body. അതായത് ഈ രണ്ട് ഫോഴ്സ് സൈമിൾട്ടേനിയസ്ലി ആയിട്ട് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ രണ്ട് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം എഫക്റ്റ് തന്നെ ആയിരിക്കും ഓരോ ഫോഴ്സും ആ ബോഡിയിലേക്ക് ഒറ്റയ്ക്ക് ആക്ട് ചെയ്യുന്നുള്ളത്. ഒറ്റയ്ക്ക് ആക്ട് ചെയ്യുന്ന അതേ എഫക്റ്റ് തന്നെ ആയിരിക്കും സൈമിൾട്ടേനിയസ്ലി ആക്ട് ചെയ്യുമ്പോൾ ഉള്ളത്. അതൊരു എക്സ്പ്ലനേഷൻ രീതി പറയുകയാണെങ്കിൽ, ഓക്കെ, കൺസിഡർ എ ബീം എ ബി. നമ്മളൊരു ബീം എടുക്കുക, എ ബി എന്ന് പറയുന്നൊരു ബീം എടുക്കുക. കൺസിഡർ എ ബീം എ ബി സബ്ജക്റ്റഡ് ടു ഫോഴ്സ് F1 ആൻഡ് F2. F1 F2 എന്ന് പറയുന്ന രണ്ട് ഫോഴ്സ് ഈ ബോഡിയിലേക്ക്, ഒരു ബീം എ ബിയിലേക്ക് ആക്ട് ചെയ്യുന്നതാണ്. ഇനി ഈ എയിലുള്ള റിയാക്ഷൻ ഫോഴ്സാണ് ബീം എടുക്കുക, എയും ബി എന്ന് പറയുന്ന ബീം എടുക്കുക. ഇതിലേക്ക് രണ്ട് ഫോഴ്സ് ഉണ്ട്, ഈ F1 ആൻഡ് F2. ദെൻ ഈ എയും ബിയിലും ആണല്ലോ ഇതിൻ്റെ കണക്ഷൻ ഉള്ളത്. ഇവിടെയുള്ള റിയാക്ഷൻ ഫോഴ്സാണ് ആർ എയും ആർ ബിയും. ഓക്കെ, ഈ രണ്ട് ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന റിയാക്ഷൻ ഫോഴ്സാണ് ഈ ആർ എയും ആർ ബിയും. എയും ബിയിലും ആക്ട് ചെയ്യുന്ന ഈ F1 F2 കൊണ്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന റിയാക്ഷൻ ഫോഴ്സസ് ആണ് ആർ എയും ആർ ബിയും.
ഓക്കെ. ഇനി ഈ ഫോഴ്സ് F1 ഒറ്റയ്ക്ക് ആക്ട് ചെയ്യുന്ന വെച്ചു. ഈ ഫോഴ്സ് F1 ഒറ്റയ്ക്ക് ആക്ട് ചെയ്യുമ്പോൾ ഇപ്പം എ ബി എന്ന് പറഞ്ഞ ബീം എടുക്കാം. ഫോഴ്സ് F1 എലോണേ ഉള്ളെങ്കിൽ ഈ എയിലുണ്ടാകുന്ന റിയാക്ഷനാണ് RA1, ബിയിലുണ്ടാകുന്ന റിയാക്ഷനാണ് RB1. ഓക്കെ. അതുപോലെ തന്നെ ഈ എ ബിയിൽ F2 എന്ന് പറഞ്ഞ ഫോഴ്സ് മാത്രം ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻസാണ് RA2 ആൻഡ് RB2. ഓക്കെ. ദെൻ അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ, ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ എന്ന് പറയുന്നത് ഈ RA എന്ന് പറയുന്നത് ദ സം ഓഫ് RA1ഉം RA2 ആണ്. അതുപോലെ തന്നെയാണ് RB എന്ന് പറയുന്നത് സം ഓഫ് RB1 പ്ലസ് RB2. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ പറയുന്നത്. അതായത് ഇത് ഈക്വൽ ടു this one plus this one. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ പറയുന്നത്. ഓക്കെ. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഡെഫിനിഷൻ എഴുതുക, പിന്നെ ഈ ഫിഗർ വരയ്ക്കാം, ഇത് എഴുതുക. എന്നാൽ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ പറയുന്നത് ഇറ്റ് സേസ് ദാറ്റ് ഇഫ് എ നമ്പർ ഓഫ് ഫോഴ്സസ് simultaneously act on a body, then each one of the force will produce the same effect when the force acts along the body. ഇതാണ് അതിൻ്റെ റെപ്രസെൻറ്റ്